സിട്രസ് ഫ്രൂട്ട്സ് അഥവാ നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട ഫ്രൂട്ട്സ് അലർജി കൂട്ടുന്നു. അത് പലരും ചോദിക്കുന്ന കൺസേൺ ആണ്. പല സിട്രസ് ഫ്രൂട്ട്സ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അലർജി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ് അലർജി കൂട്ടും. അത് രണ്ട് തരത്തിലാണ് കൂട്ടുന്നത്. അതിനു മുമ്പ് നമുക്ക് ഏതൊക്കെയാണ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് നോക്കാം. നമുക്ക് നിത്യേനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓറഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ മൂസമ്പി ഉണ്ട്, പിന്നെ ബബ്ലൂസ് നാരങ്ങ ഉണ്ട്, ഗ്രേപ്പ് ഫ്രൂട്ട് ഉണ്ട്, നമ്മൾ നിത്യേനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ നാരങ്ങയില്ലേ അതുണ്ട്, പിന്നെ കറി നാരങ്ങയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നിത്യേന ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിട്രസ് ഫ്രൂട്ട്സ്. ഇതൊക്കെ അലർജി കൂട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇത് കൂട്ടുമെന്ന്. അപ്പം അതിനെന്തൊക്കെയാണ് കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ DAO എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹിസ്റ്റമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഹിസ്റ്റമിൻ എന്താണെന്ന് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് നമ്മുടെ ശരീരത്തിന് അലർജിയെ കൂട്ടുന്നതിന് കാരണമാകുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഹിസ്റ്റമിൻ എന്ന് പറയുന്നത്. അത് അലർജി ഉള്ള പേഷ്യൻസിൽ റേസ്ഡ് ആയിരിക്കും ഈ ഹിസ്റ്റമിൻസ്. അപ്പം ഈ ഹിസ്റ്റമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഈ DAOനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള കഴിവ് നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന പ്യൂട്രിസീൻ എന്ന് പറയുന്ന രാസപദാർത്ഥത്തിന് കഴിവുണ്ട്. അപ്പൊ ഈ പ്യൂട്രിസീൻ എന്ത് ചെയ്യുന്നു? DAOനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. DAOനെ ഇൻഹിബിറ്റ് ആവുമ്പോൾ ഹിസ്റ്റമിൻ ബ്രേക്ക് ഡൗൺ നടക്കില്ല. ഈ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്, അങ്ങ് ഡൈജഷൻ അങ്ങനെയാണ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം അതേപോലെ തന്നെ ഹിസ്റ്റമിനും ബ്രേക്ക് ഡൗൺ ആവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് DAO. എന്നാൽ പ്യൂട്രിസീൻ ഉള്ളതുകൊണ്ട് ആ ഒരു പാത്വേ അവിടെ ഒബ്സ്ട്രക്റ്റഡ് ആവുന്നു. ശരീരത്തിൽ ഹിസ്റ്റമിന്റെ തോത് ക്രമേണ ഉയർന്നു കാണുന്നു. അങ്ങനെ നമുക്ക് അലർജി ഉണ്ടാവുന്നു. അതാണ് ഒരു കാര്യം ഈ സിട്രസ് ഫ്രൂട്ട്സിൽ നടക്കുന്നത്. രണ്ടാമതായിട്ട് സിട്രസ് ഫ്രൂട്ട്സിന് പ്രത്യേക ഒരു കഴിവുണ്ട് ശരീരത്തില് ഹിസ്റ്റമിന്റെ ഉൽപാദനം കൂട്ടാനായിട്ട്. അപ്പം ഇൻഡയറക്ട്ലി DAOനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഹിസ്റ്റമിൻ കൂടാനും സിട്രിക് ഫ്രൂട്ട്സ് കാരണമാവുന്നു. അപ്പൊ ഈ രണ്ട് രീതിയിലും നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കാൻ സിട്രസ് ഫ്രൂട്ട്സിന്റെ പ്രസൻസ് സഹായിക്കുന്നു. അപ്പം വേറൊരു ചോദ്യമുണ്ട്, എല്ലാ ഫ്രൂട്ട്സിലും ഈ സിട്രസ് എല്ലാ ഫ്രൂട്ട്സിലും പ്യൂട്രിസീൻ ഉണ്ട്, അപ്പൊ എല്ലാവരിലും ഇതേപോലെ DAO ഇൻഹിബിറ്റഡ് ആവുന്നു, എല്ലാവർക്കും അലർജി വരണ്ടേ? അത് അങ്ങനെയല്ല നടക്കുന്നത്. അലർജിക് പേഷ്യൻസ് അല്ലെങ്കിൽ അലർജി ഉള്ള രോഗികളില് ഈ പറയുന്ന പോലെ ഹിസ്റ്റമിൻ ഒരു ഘടകം മാത്രമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ IG റേസ്ഡ് ആവുന്നു, AAC റേസ്ഡ് ആവുന്നു, അങ്ങനെ കുറെ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ സൈക്കിൾ മുഴുവൻ കംപ്ലീറ്റ് ആവുന്നത് ഈ പറയുന്ന പോലെ പ്യൂട്രിസീൻ കൂടുന്നു, അതേപോലെ തന്നെ DAO ഇൻഹിബിറ്റ് ആവുന്നു, ഹിസ്റ്റമിൻ കൂടുന്നു, IG റേസ്ഡ് ആവുന്നു. ഇതെല്ലാം സൈക്കിളും കംപ്ലീറ്റ് ആവുന്ന ആരിലാണ്? അലർജിക് പേഷ്യൻസിലാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ഓറഞ്ച് കഴിക്കുമ്പോൾ, ഒരു ഓറഞ്ചിനല്ല ഒന്നൊന്നും കഴിച്ചൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷെ ഒരു മൊത്തമായിട്ട് ഒരു ഓറഞ്ച് കഴിക്കുക അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ദിവസേനയോ കഴിക്കുമ്പോൾ ഇതേപോലെ അലർജി റേസ്ഡ് ആയി കാണിക്കുന്നത്. അപ്പൊ എനിക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അധികമായാൽ അമൃതം വിഷം. അതേപോലെ നമ്മൾ നിത്യേന ഇതൊന്നും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അത് അലർജി പേഷ്യൻസ് നോക്കുക. കാരണം ഏതൊരു നമ്മളൊരു കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഒരു കാർഡിയ കംപ്ലൈൻസോ എന്തൊരു കംപ്ലൈന്റിനും നമ്മളൊരു ഡയറ്റ് പറയുന്നുണ്ട്. ആ അസുഖത്തെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ആ ഡയറ്റ് നമ്മൾ പറയുന്നത്. അപ്പം ഈ പറയുന്ന സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ എന്നും കഴിക്കുക എന്നുള്ളത് ആ പേഷ്യൻസിന് ഉറപ്പായിരിക്കും അവർക്ക് ഈ അലർജിക് റെസ്പോൺസസ് ഒക്കെ കൂട്ടി കാണിക്കും. അപ്പൊ അതെന്താ അവർ ശ്രദ്ധിക്കുക. എന്നിപ്പം എനിക്ക് തന്നെ അറിയാവുന്ന ഒരു പേഷ്യന്റ് ഉണ്ട്. ഒരു ഓറഞ്ച് 1 കിലോ മേടിച്ചു കഴിഞ്ഞാൽ അതിരുന്ന് പൊളിച്ചു തിന്ന. അങ്ങനെ കഴിക്കാണ്ട് നമ്മൾ ആഴ്ചയിൽ ഒന്നായിട്ട് ഒരെണ്ണോ നമുക്ക് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ ഒന്നൊക്കെ ആയിട്ട് അത് കഴിക്കുന്നതിൽ തെറ്റില്ല. അപ്പം അങ്ങനെ നാരങ്ങ വെള്ളം ഇപ്പം സമ്മർ സീസണിലൊക്കെ ഒത്തിരി പ്രത്യേകിച്ച് കുട്ടികൾ എന്നും നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ച് അവർക്ക് ഈ അലർജി കൂടി വന്ന് നിത്യേന കാണുന്ന ഒരു സംഭവമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും, അങ്ങനെ നിങ്ങൾ കഴിക്കാതെ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ട്, അത് വൺസ് ഇൻ എ വൈ ഒരു പ്രാവശ്യമായിട്ട് അതിന്റെ ഡയറ്റിൽ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്ത് വെക്കുക. അപ്പൊ കാരണം എന്താണെന്ന് വെച്ചാൽ സിട്രസ് ഫ്രൂട്ട്സ് ഇങ്ങനെ അലർജി ഉണ്ടാക്കുന്നെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സിയുടെ സോഴ്സ് ആണ് ഇത് പറയുന്നത്. അതേപോലെ തന്നെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഈ പറയുന്ന നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട ഈ ഫ്രൂട്ട്സിനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യില്ല ചെയ്യുന്നത്. പകരം അതിന്റെ കഴിക്കുന്ന തോത് നമ്മുടെ ഡയറ്റിൽ ഒന്ന് ചിട്ടപ്പെടുത്തുക, ക്രമീകരിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ റിയാക്ഷൻസ് ഒന്നും കാണിക്കാതെ നമുക്ക് പോകാൻ സാധിക്കും.